ഏവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ബറോസ് റിലീസായിരിക്കുകയാണ്. ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ എന്ന് സ്ക്രീനിൽ എഴുതി കാണിച്ചപ്പോഴുണ്ടായ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ആദ്യം ചിത്രം എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. ചിത്രത്തിൻ്റെ പോസിറ്റീവുകളിലേക്ക് തന്നെ ആദ്യം നമുക്ക് പോവാം. പേഴ്സണലി എനിക്ക് തോന്നിയ കുറച്ച് പോസിറ്റീവുകളിലൊന്ന് ചിത്രത്തിൻ്റെ 3D ആണ്. എന്നുവെച്ചൊരു ഗംഭീര 3D എന്നല്ല, നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു 3D എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ചിത്രം സമ്മാനിച്ചത്. അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു 3D എക്സ്പീരിയൻസ്. പിന്നെ പറയേണ്ടത് ചിത്രത്തിൻ്റെ ആർട്ട് വർക്കാണ്. ആ ഒരു കാലഘട്ടങ്ങളൊക്കെ തന്നെ മനോഹരമായിട്ട് തന്നെ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ആർട്ട് വർക്കിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. AD 600കളിലാണ് ചിത്രം ആദ്യം കഥ പറഞ്ഞു പോകുന്നത്. പിന്നീട് പ്രസന്റ് ഡേയിലേക്ക് വരുന്നുണ്ടെങ്കിലും ആ ഒരു കാലഘട്ടങ്ങളെ മനോഹരമാക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിന് മറ്റൊരു പോസിറ്റീവായിട്ട് തോന്നിയത് ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം തന്നെയായിരുന്നു. അതും പ്രതീക്ഷിച്ചതുപോലെ തന്നെ മനോഹരമായിട്ട് തന്നെ അനുഭവപ്പെട്ടു. പ്രത്യേകിച്ച് ചിത്രത്തിലെ ചില ഗാനങ്ങളൊക്കെ തന്നെ മനോഹരമായിരുന്നു. അതിനൊപ്പം ആ ഒരു ഓർക്കസ്ട്ര എല്ലാം കൂടെ വന്നപ്പോൾ നല്ല മനോഹരമായ ഒരു പശ്ചാത്തല സംഗീതമാണ് ചിത്രത്തിൽ നിന്ന് ലഭിച്ചത്. പിന്നെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം, ബൂഡോ എന്നൊരു കഥാപാത്രം ചിത്രത്തിലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കഥാപാത്രവും എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിത്രത്തിന്റെ കഥയിലേക്ക് വന്നാൽ ഒരു നിധി കാക്കുന്ന ഭൂതത്തെക്കുറിച്ചാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. ട്രെയിലറിലും ബാക്കി കാര്യങ്ങളിലൊക്കെ തന്നെ കണ്ടതുപോലെ തന്നെ ഒരു നിധി കാക്കുന്ന ഭൂതത്തിന്റെ കഥയാണ് ചിത്രം മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. അത് AD 600കളിലും പ്രസന്റിലുമായിട്ട് കാണിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. കഥയിലേക്കൊന്നും കൂടുതൽ വരുന്നില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയൊക്കെയാണ് ചിത്രത്തിന്റെ പ്രധാന പോസിറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. ചിത്രം കാണുന്നതിന് മുമ്പ് തന്നെ ഒരു തയ്യാറെടുപ്പ് എടുത്തിരുന്നു. നമ്മുടെ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ളവർക്കറിയാം, ചിത്രത്തെ സമീപിക്കുമ്പോൾ അമിത പ്രതീക്ഷയുടെ ഭാരമെല്ലാം മാറ്റി വെച്ചിട്ട് തന്നെയാണ് ചിത്രത്തെ സമീപിച്ചത്. ഇതൊരു കുട്ടികൾക്കുള്ള ചിത്രമാണെന്ന് തന്നെ ലാലേട്ടൻ ഊന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ കുട്ടികൾക്കുള്ള ചിത്രമായിരിക്കും, കുട്ടികൾക്കുള്ള ചിത്രമാണ്, ആ ഒരു രീതിക്ക് തന്നെ ചിത്രത്തെ സമീപിച്ചു. എന്നിട്ടും ചിത്രം തൃപ്തികരമായ ഒരു അനുഭവമല്ല സമ്മാനിച്ചത് എന്ന് തന്നെ പറയണം. പേഴ്സണലി അത്ര തൃപ്തികരമായ ഒരു അനുഭവമല്ല ചിത്രം സമ്മാനിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിത്രത്തിന് നല്ലൊരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിനെ ഡെവലപ്പ് ചെയ്തെടുത്തതിലാണ് കുറച്ച് കാര്യങ്ങളൊക്കെ തകിടം പറഞ്ഞു പോയത് എന്ന് തന്നെ തോന്നുന്നു. ആ ഒരു കഥ തിരക്കഥയായപ്പോൾ ഒട്ടും എൻഗേജിങ് ആക്കാനായിട്ട് സാധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾക്ക് കാണാനുള്ള സിനിമയാണെന്ന് പറയുമ്പോഴും അവർക്കും ആസ്വാദകരമാവുന്ന രീതിയിലേക്ക് ചിത്രത്തിന് എത്താൻ സാധിച്ചു എന്നത് സംശയമാണ്. പക്ഷെ നല്ല രീതിക്ക് എത്തിക്കാവുന്ന ഒരു പ്ലോട്ട് തന്നെയായിരുന്നു ചിത്രത്തിൻ്റേത്. ആ ഒരു കൺസെപ്റ്റൊക്കെ തന്നെ വളരെ നല്ലതായിരുന്നു. ഇനി ചിത്രത്തിൻ്റെ സംവിധായകനിലേക്ക് വരാം. മോഹൻലാൽ എന്ന നടൻ, മോഹൻലാൽ എന്ന സംവിധായകനായപ്പോൾ പ്രേക്ഷകൻ എന്ന നിലയിൽ മോഹൻലാൽ എന്താണ് നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് കാണാനുള്ളൊരു ത്വരയുണ്ടായിരുന്നു. സംവിധായകനും നടനും ഒരാൾ തന്നെ ആയപ്പോൾ ചില ഇടങ്ങളിൽ മോഹൻലാൽ തന്നെ ആ ഒരു അഭിനയം മറന്നുപോലെ എനിക്ക് തോന്നി. ചിത്രം ഭയങ്കര മോശമാണ് എന്നല്ല പറഞ്ഞു വരുന്നത്. നമുക്കൊരു എബോവ് ആവറേജിന് മുകളിലേക്ക് ചിത്രം നമ്മളെ കൊണ്ടുപോകുന്നില്ല. ആ ഒരു ആവറേജ്, ആ ഒരു തട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ കാണിച്ച ധൈര്യത്തിന് മോഹൻലാൽ എന്താണെങ്കിലും നന്ദി പറഞ്ഞാൽ മതിയാവും. പക്ഷെ ചെറിയ ബഡ്ജറ്റിൽ വിസ്മയങ്ങൾ തീർക്കുന്ന മലയാളത്തിൽ ഇത്രയും വലിയ ബഡ്ജറ്റിലൊരു ചിത്രം വരുമ്പോൾ നമ്മളും അതിലെന്തെങ്കിലും ഉണ്ടോ എന്നത് നോക്കും. ഒരുപക്ഷെ ഈ ചിത്രം കുട്ടികളും ഫാമിലിയുമായിട്ട് പോയി കാണുന്നവർക്ക് നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയെന്ന് വരാം. പക്ഷെ ചിത്രത്തെ ഭയങ്കരമായിട്ട് കീറി മുറിച്ച് വലിച്ച് കീറി നോക്കാനൊക്കെ ആയിട്ട് പോകുന്നവർക്ക് ഈ ചിത്രം ഭയങ്കര നിരാശയായിരിക്കും സമ്മാനിക്കുക. പക്ഷേ കൂൾ മൈൻഡായിട്ട് ചിത്രം ഒന്ന് കാണുക, ഒന്ന് കണ്ടിട്ട് വരിക എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു ആവറേജ് എന്ന രീതിയിൽ, ആവറേജിന് മുകളിൽ പോകും എന്നത് സംശയമാണ്, ആ ഒരു രീതിക്ക് ചിത്രത്തെ കണ്ട് തിരിച്ചു വരാം. പക്ഷേ പേഴ്സണലി നോക്കുമ്പോൾ ആവറേജിന് താഴെ നിൽക്കുന്ന ഒരു അനുഭവമാണ് ചിത്രം എനിക്ക് സമ്മാനിച്ചത്. പ്രകടനം കൊണ്ട് എടുത്തു പറയാൻ വരുന്ന കഥാപാത്രങ്ങൾ ചിത്രത്തിൽ ഇല്ല എന്നതാണ് മറ്റൊരു കാര്യമായിട്ട് തോന്നിയത്. ബാക്കി ചിത്രത്തിൻ്റെ ടെക്നിക്കൽ സൈഡൊക്കെ മികച്ചു നിന്നപ്പോൾ ചിത്രത്തിൻ്റെ ബാക്കി കണ്ടന്റ് വൈസ് എവിടെയൊക്കെയോ മങ്ങിയൊരു അനുഭവം. ഇതൊക്കെ തന്നെ മികച്ചതാക്കുമായിരുന്നെങ്കിൽ നല്ലൊരു സിനിമയായിരുന്നു മലയാളം ഇൻഡസ്ട്രിക്ക് കിട്ടേണ്ടിയിരുന്നത്. എന്നിരുന്നാലും ഈ ഒരു ക്രിസ്മസ് കാലത്ത് ഫാമിലിയൊക്കെ ആയിട്ട് മനസ്സമാധാനത്തോടെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് ബാറോസ്. ഈ ഒരു ചിത്രം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുക. എന്നാൽ ഈ ഒരു ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.